ഹൈവേയിൽ കയറി NH44 ഇനി ഒറ്റ സ്ട്രെയിറ്റ് റോഡ് നമുക്ക് നേരെ ഈ റോഡ് നേരെ കന്യാകുമാരി വീണ്ടും വണ്ടി നമ്മൾ ട്രക്കിൽ കയറ്റി വലിയ ട്രക്ക് വന്നു ട്രക്കിൽ കയറ്റി നമ്മൾ മോർണിംഗ്. മൂന്നാമത്തെ ദിവസം രാവിലെ തിരിച്ചു പോവുകയാണ് നമ്മൾ. പോകുന്നതിൻ്റെ എല്ലാവരും റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഇറങ്ങണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ആ വണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്ന് വണ്ടി എടുക്കാൻ പോകും. പിന്നെ നേരെ വീട്ടിലോട്ടാണ്. പിന്നെ അങ്ങോട്ടുള്ളത് 1-2 കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അത് മാക്സിമം ഉള്ളത് ഷൂട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ. ജലദോഷമായി, അത്രയ്ക്ക് ഭയങ്കര തണുപ്പായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ എല്ലാവരും ഇറങ്ങിയിട്ട് ഇപ്പം വണ്ടികളൊക്കെ താഴെ കൊണ്ട് പോകാനുള്ള പരിപാടിയാണ്. ഇതുപോലുള്ള ടെറൈൻസിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് കൊണ്ട് പാർക്ക് ചെയ്യാൻ ഇറക്കാനൊക്കെ വലിയ പാടാണ്. ഡാബി പോകുന്നുണ്ട്. അപ്പോൾ ആ റോഡ് നമ്മൾ ഇനി അങ്ങോട്ട് താഴോട്ട് ഇറങ്ങണം. ഇവിടുത്തെ ആൾക്കാരെല്ലാം നല്ല സർവീസ് കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും നല്ല ആൾക്കാരാണ്. ശരി, പകാം. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിന് നമ്മൾ താഴെ അങ്ങ് ഇറക്കണം. നിർത്താൻ പാടാം. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ വണ്ടി ഒന്ന് പാളം കയ്യിൽ. ബാബിലല്ലേ, കമോൺ. അപ്പോൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ബ്രദേഴ്സ്, ഇത് നമ്മുടെ കൊല്ലിമല എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായ പ്രദേശത്തേക്കുള്ള നമ്മുടെ റൈഡാണ്. ഈ റൈഡ് ഇപ്പം നമ്മൾ റൈഡ് തീർന്നില്ല. റൈഡിന് വീട്ടിൽ തീരുള്ളൂ. നമ്മുടെ യാത്ര ഇവിടുത്തെ താമസം തീർന്നു. ഈ കൊല്ലിമലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ മുന്നേ വന്നിട്ടുള്ളവർ പറഞ്ഞത് ശരിയാണ്. ഇതൊരു ബൈക്ക് റൈഡിന് പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഒരു കൊടൈക്കനാൽ ഊട്ടിയൊക്കെ വരുമ്പോൾ ഒരു ഫാമിലിക്ക് കാറിൽ വന്ന് തങ്ങി അങ്ങനെ കാണാനുള്ള കാഴ്ചകളും ഒന്നുമില്ല. മാത്രമല്ല അത്ര ഹൈജീനിക്കല്ല. നമ്മൾ പോകുന്നിടത്തിപ്പം അങ്ങനെ ബോട്ടിങ്ങിൽ പോയ സ്ഥലം തന്നെ ഒരു വളരെ മോശം അറ്റ്മോസ്ഫിയറാണ് അവിടെ. അതല്ല, ആ ബോട്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ പേടിയാണ്. ആർക്കും കയറാൻ തോന്നില്ല. കൊല്ലിമലയിലെ ബാക്കി കാഴ്ചകളൊന്നും അവശേഷിച്ചിട്ടില്ല നമ്മളിനി കാണാൻ. കാര്യം ആച്ചായപ്പോൾ നമുക്ക് മടുത്തു. വേറെ ഒന്നുമില്ല. വാട്ടർഫോളെന്നും പറഞ്ഞ് ചെല്ലുമ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള നമ്മളെ കുറ്റാനം ഒക്കെ ഉള്ള ആ ഒരു ഫീല് അത്രയും ഇല്ല. അതുകൊണ്ട് റൈഡ് വരാൻ ഒരു നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. കഴിഞ്ഞു. ഹെയർ പിൻ ഇറങ്ങി തുടങ്ങി. ഹെയർ പിൻ ഇപ്പം 64ാമത്തെ ആണെന്ന് തോന്നുന്നത്. എല്ലാം കൂടെ നമുക്കൊരു 20 മിനിറ്റ് മതി കേട്ടോ ഇറങ്ങാനായിട്ട്. ഇന്നലത്തെ തണുപ്പും എല്ലാം കൂടെ കൊണ്ട് നല്ല തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു ജലദോഷം വന്നിട്ടുണ്ട്. ഇത് 63ാമത്തെ ഹെയർ പിൻ ബെൻഡ് ഇറങ്ങുകയാണ്.
ഹെയർപിൻ ബെൻഡ് 57. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ബൈക്കിൽ പോയി എന്ത് സുഖമാണല്ലേ. ഒരു ഈ റൈഡ് ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പോകുമ്പോൾ 40 കിലോമീറ്റർ സ്പീഡിൽ പതിയെ നമ്മൾ ഇങ്ങനെ ആ ചുരമൊക്കെ ഇറങ്ങി ആ കാറ്റും ആ തണുപ്പും ഈ ഒരു കാലാവസ്ഥ ആസ്വദിച്ച് ഇതൊരു നമ്മുടെ കംപ്ലീറ്റ് ഈ നമ്മൾ ചുമ്മാ വിചാരിക്കും. ഓരോരുത്തർ പറയും ബൈക്ക് ഡിപ്രഷൻ മാറ്റി ടെൻഷൻ മാറ്റി എന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ മറ്റു വണ്ടി ഓടിക്കാതെ റൈഡ് ചെയ്യാത്ത ആൾക്കാർ പറയും ഇത് വെറുതെ എന്തോ റൈഡ് എന്താ ഡിപ്രഷൻ മാറ്റാനെന്നൊക്കെ ചോദിക്കും. എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ദുഃഖം, അതിയായ ദുഃഖം നമ്മൾ നിന്ന് അത് സോൾവ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിന്നാലേ സോൾവ് ചെയ്യാൻ പറ്റൂ എന്നുള്ള അങ്ങനെയുള്ള ടെൻഷനും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ നിൽക്കേണ്ടി വരും. അതല്ല ഞാൻ പറഞ്ഞത്. മൈൻഡ് റിലീഫിന് പറ്റിയൊരു മാർഗം റൈഡാണ് എന്നുള്ളതിന് തെളിവാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എനിക്കിപ്പോൾ ഈ റൈഡ് വന്നെങ്കിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളായാലും ബിസിനസ് കാര്യമായാലും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു എതിരേത് ഒരു വണ്ടി വരുന്നുണ്ട്, അത് നമ്മളൊന്ന് ജസ്റ്റ് ചെയ്യാം പുതുക്കി കൊടുക്കാം അമ്പക്കൊണ്ട്. അപ്പോൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം നമ്മൾ പരിഹാരം റൈഡ് ചെയ്യുക. ഇത് എൻ്റെ തെറാപ്പിയാണ്. ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ. നിങ്ങളുടെ തെറാപ്പി എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കൂ. അത് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റട്ടെ. മാക്സിമം ആർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ വരട്ടെ. പക്ഷെ വന്നാൽ അത് മാറ്റിയെടുക്കാനായിട്ടുള്ള സെൽഫ് തെറാപ്പി എന്ന് പറയുന്നത്. ഇത് ആസ്വദിച്ച് ഓടിക്കണം. പുള്ളി ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ്. ഒരുപാട് തിരക്കുണ്ട്. ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ തിരക്കുണ്ട്. കാര്യം പുള്ളി കോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇങ്ങനെ ഈ മിനിറ്റിൽ 10 കോൾ വെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം പുള്ളി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ഈ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി പുള്ളി റൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുള്ളിയെ കുറിച്ചാൽ കാര്യം കുറച്ച് കൂടുതൽ ഇത്രയും ദൂരം ഞാൻ ഇങ്ങനെ പതുക്കെ വന്നു. ഇനി എനിക്ക് എൻ്റെ ആ ഒരു മൈൻഡിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എനിക്കൊന്ന് റൈഡ് ചെയ്ത് പോകാനാണ്. പ്രശ്നം പറയുന്നത് ഒഴിഞ്ഞ റോഡ്, ഒഴിഞ്ഞ റേഞ്ച് പോകുന്നത് അതാണ്. കാര്യം ഈ ഒഴിഞ്ഞ റോഡായതുകൊണ്ട് എതിരെ വരുന്ന വണ്ടിയെ കുറച്ച് കയറി വരും. അപ്പം നമ്മൾ അത്രയും കെയർ ചെയ്ത് പോയില്ലെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഹൈ റേഞ്ച് ഹെയർപിൻ ബെൻഡ് 17ാമത്തെ ഇറങ്ങിയത് ഏതാണ്ട് തീർന്നു തുടങ്ങി പോകും. 17ാമത്തെ ഇനിയിപ്പോൾ അടുത്തടുത്ത്
എത്തും. നമ്മൾ തീർന്നു, അറേഞ്ച് തീർന്നു. അവിടെ കുറച്ച് ആൾക്കാരെ പിടിച്ച് നിർത്തിയിട്ട് കുപ്പി പിടിച്ച് അതിനെ നിരത്തി വെച്ചിട്ട് അവരെ ഫോട്ടോ എടുക്കുന്നത്. ഇത് വരട്ടാൻ വേണ്ടിയാണ്. ഇതെന്തോ വലിയ കള്ളക്കടത്ത് പോലെയാണ് ചെയ്യുന്നത്. അത് 10 പേര് ചേർന്ന് 3 കുപ്പിയും കൊണ്ടായിരിക്കും വരുന്നത്. മുമ്പ് അവർ ഇവിടെ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടി. ഒന്നും ചെയ്യാനില്ല. തർക്കിക്കുന്നവന് തർക്കിക്കാം, നിയമം അറിയാന്നുള്ളവന് സുഖമായിട്ട് ഊരിക്കൊണ്ടുപോകുക പൈസയ്ക്ക് വേണ്ടി. അവസാനം പൈസ പറയുമ്പം വിടും. ഇവർ സ്ഥിരം പറയണത് ഇല്ലെങ്കിൽ കോടതി കൊണ്ടുപോകും, അത് ചെയ്യുന്നൊക്കെ. ഒരു പുല്ലും ചെയ്യാനില്ല. ഇപ്പം നമ്മുടെ ആ കൊല്ലിമല റൂട്ടിൽ നിന്നും നമ്മുടെ നെന്നക്കോടിപ്പോലോട്ട് കയറാനായിട്ട് ഒരു ചെറിയൊരു റോഡുണ്ട്. ആ റോഡ് കയറി ഷോർട്ട് കട്ടായതുകൊണ്ട് മാപ്പ് ഇതുവഴി കാണിക്കുന്നതാണ്. നമ്മൾ ഹൈവേയിൽ കയറി NH44 ഇനി ഒറ്റ സ്ട്രെയിറ്റ് റോഡ് നമുക്ക് നേരെ ഈ റോഡ് നേരെ കന്യാകുമാരി പോകും. നമുക്ക് ട്രാവൽ സെൻ്റർ വരെ പോയാൽ മതി. അവിടെ നിന്ന് നാറൂര് കയറാതെ ഒരു ബൈപ്പാസ് പിടിച്ച് പോകാനുള്ള പ്ലാനാണ്. ഇനി നമുക്ക് ഇവിടുന്ന് കന്യാകുമാരി നോക്കുകയാണെങ്കിൽ 396 കിലോമീറ്റർ കന്യാകുമാരി. നമുക്ക് അതിന് 24 കിലോമീറ്റർ മുന്നേ ഡീവേറ്റ് ചെയ്യണം. വീണ്ടും പഴയ അതേ കാറ്റ് പിടിച്ച് തുടങ്ങി. അപ്പോൾ നമ്മൾ നോക്കി പറ്റിയില്ല. അങ്ങനെ വീണ്ടും വണ്ടി നമ്മൾ ട്രക്കിൽ കയറ്റി. വലിയ ട്രക്ക് വന്നു. ട്രക്കിൽ കയറ്റി വണ്ടി കൊണ്ടുപോകാൻ പോകുന്നു. ഇതാണ് പറയുന്നത്, നമ്മുടെ റൈഡിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ അത് മനസ്സമ്മേളനത്തോടു കൂടി അതിനെന്താണ് പരിഹാരം ഒന്ന് കണ്ടുപിടിച്ച് ചെയ്യണം. അപ്പോൾ അത് പരിഹരിച്ച് നമ്മളിപ്പോൾ വണ്ടി നേരെ കൊണ്ടുവന്ന് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോകും, ഷോറൂമിൽ കൊണ്ടുപോകും സർവീസിൽ. അതിനപ്പുറം ഒരു ടാക്സി എടുത്ത് നേരെ അങ്ങ് പോകും. ടയറൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ടയർ ഓർഡർ ചെയ്ത് അതെ, നമ്മളെത്തുമ്പോൾ ടയറോടെ എത്തും. അതാണ് നമ്മൾ ഭയങ്കര ഫാസ്റ്റ് വർക്കാണ് ഇതൊക്കെ.
വണ്ടിയെല്ലാം കയറ്റി സേഫാക്കി അടുത്തേക്ക് വരെ ടാക്സി അറേഞ്ച് ചെയ്തു. ഞാനും നമ്മുടെ ബിലാലുമായിട്ടും വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. സുനിൽബ്രോ ഈരത്തും അഭിലാഷിനൊക്കെ മുന്നേ പോകാൻ പറഞ്ഞ കാര്യം അവർക്ക് വണ്ടിയുടെ ഹെഡ്ലാമ്പ് അത്ര വെളിച്ചമില്ല. അവർക്ക് മുമ്പേ പോകണം. ഓക്കെ. അപ്പോൾ നമ്മുടെ അനസ് ബ്രോയുടെ വണ്ടി പഞ്ചറായതിനെ പ്രമാണിച്ച് നമുക്ക് കുറേ ലേറ്റായി. നമ്മൾ ഈ സമയത്തിനൊക്കെ വീടെത്തേണ്ടതാണ്. മണി 7 കഴിഞ്ഞ്. അപ്പം 7:10. അപ്പം നമ്മുടെ സുനിൽ ബ്രോയ്ക്കൊക്കെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, വണ്ടിയുടെ ഹെഡ് ലാമ്പ് അത്ര വെളിച്ചമില്ലാത്തതിൻ്റെ പേരിൽ അവർ കുറച്ച് വെയിറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ വന്നൊരു പമ്പിൽ വന്ന് പെട്രോൾ അടിച്ചിട്ട് നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ ക്യാമറ, എൻ്റെ ഗോപ്രോ ഓഫ് ചെയ്തു. ഗോപ്രോ മുഴുവൻ പ്രാണികൾ അന്തരിച്ചു ആണെങ്കിൽ അങ്ങനെ പറയാം. ഫുള്ള് ഇതുണ്ടാകും, അത്ര അഴുക്കായി. അത് കാരണം എനിക്ക് പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പം കുറച്ച് ദൂരം കഴിഞ്ഞിട്ടൊന്ന് കഴുകിയിട്ടൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ വീടെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി. അപ്പം രാത്രി നല്ല ലേറ്റായി പോയി വന്നത്. ലൈറ്റ് ഒക്കെ വളരെ കുറവാണ്. എനിക്ക് തിരിച്ച് വരുന്ന വഴിക്ക് നാഗർകോവിൽ വഴി വരുമ്പോൾ ഭയങ്കര തിരക്കാണ് അവിടെ ഈ സമയത്ത്, ഭയങ്കര ബ്ലോക്കും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൃപ്പരപ്പ് വഴി കയറി വന്നു, കാട്ടാക്കട വഴി. അത് വേറൊരു റൂട്ടാണ്. നാഗർകോവിൽ കയറാതെ വരാൻ പറ്റും, പക്ഷെ ഭയങ്കര കട്ടും വെളിച്ചവും ഇല്ല, ആകെ ഒരു ബുദ്ധിമുട്ട് പോയി. പിന്നെ അതുകൊണ്ട് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. എൻ്റെ ക്യാമറ ഫുള്ളും ഈ ഹൈവേ എന്നൊക്കെ അതിൻ്റെ പ്രാണികളൊക്കെ അടിച്ച് കംപ്ലീറ്റ് സ്റ്റെയിൻസായി. അതിനി ക്ലീൻ ചെയ്തെടുക്കാൻ തന്നെ ഒരു ജോലിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കൊല്ലി റൈഡ് നല്ല രീതിയിൽ അവസാനിച്ചു. എല്ലാം സേഫാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പഞ്ചറായ വണ്ടി കയറ്റി അങ്ങ് കിട്ടും, അത് നാളത്തേക്ക് അങ്ങ് എത്തും. അപ്പം ടയർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടയർ തിങ്കളാഴ്ച വരും. അതായത് ഇന്ന് ശനിയാഴ്ച, നാളെ ഞായർ, മറ്റന്നാൾ തിങ്കളാഴ്ച ട്രിവാൻഡ്രത്ത് വരും. അത് ഫിറ്റ് ചെയ്ത് അനസ് ബ്രോയുടെ വണ്ടി ഓക്കെ ആവും. അപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല. റൈഡ് പറയുകയാണെങ്കിൽ ഒന്നുകൂടെ പറയാം. കൊല്ലി ഹിൽസിൽ ബൈക്ക് റൈഡ്, എപ്പോഴും കൊല്ലി ഹിൽസിൽ ബൈക്ക് റൈഡ് മാത്രമേ ഒരു പ്രയോജനമുള്ളൂ പോയിട്ട്. അല്ലാതെ ഫാമിലിയായിട്ടൊക്കെ ഒരു ടൂറായിട്ടൊന്നും കൊടൈക്കനാൽ പോകുമ്പോഴൊന്നും പോകാൻ പറ്റില്ല. അതിനുള്ള സ്ഥലമൊന്നുമില്ല അവിടെ. ജസ്റ്റ് അത് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലൊന്നും പോകരുത്, ഭയങ്കര ചൂടാണ്. പോകണമെങ്കിൽ ഒന്നുകിൽ അവർ പറയുന്നത് ഡിസംബർ ജനുവരി, അതല്ലെങ്കിൽ ജൂൺ ജൂലൈ മഴയുള്ളപ്പോൾ. അതല്ലാതെ കൊല്ലി ഹിൽസിൽ പോയി കഴിഞ്ഞാൽ പാട് കിട്ടും. ഇപ്പം നമ്മൾ പോയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് തന്നെ തൊണ്ടവേദനയൊക്കെ തുടങ്ങി. അപ്പോൾ എന്തായാലും ഈ അടുത്തൊരു റൈഡിൽ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മുടെ ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ ഞെക്കി പിടിക്കൂ, നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക്. അപ്പോൾ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ. അപ്പോൾ അടുത്തൊരു റൈഡുമായിട്ട് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.